ശ്വാസത്തോട് ചേർത്ത് ആ ഒരു പദം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിപ്പിച്ചു തീർന്നു. ഇന്ന് പുതിയത് തുടങ്ങുകയാണ്. അപ്പം സ്റ്റെപ്സ് എല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മൾ ഇടുന്നത് മുഴുവൻ. കാരണം എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം പാട്ടുകൾ ഇങ്ങനെ മാറ്റിയെങ്കിലും സ്റ്റെപ്സ് ഒന്നും വലിയ വലിയ സ്റ്റെപ്സുകളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ പഠിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സിമ്പിൾ സ്റ്റെപ്സാണ് ഇടുന്നത്. വിശദമായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടു നോക്കണം. എന്നിട്ട് നമുക്ക് ഫോളോ ചെയ്യണം. നമസ്കാരം. നമുക്കിന്ന് പുതിയ ഒരു തിരുവാതിരക്കളിയുടെ പുതിയ ഒരെണ്ണം എടുക്കാൻ പോകണം. നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു തീർത്തു അല്ലേ? ഏതാണെന്ന് ഓർമ്മ മഹാദേവ. അത് തീർന്നു കഴിഞ്ഞ് ഫുള്ള് തീർന്നു. നമ്മളിന്ന് പുതിയത് പഠിക്കാൻ പോകണം. നമുക്ക് നമ്മുടെ നമസ്കാരം ചെയ്യാം. ശരി, സ്റ്റെപ്പ് പറഞ്ഞു തരാം. സിമ്പിൾ സ്റ്റെപ്സാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആദ്യം നമ്മൾ വലത് കാലം എടുത്തോട്ട് വെച്ചു. 1 2 അവിടെ തന്നെ നോക്കി. 2 3 എടുത്ത് വെച്ചു. ആ 3 വെക്കുമ്പോൾ തന്നെ ഈ ഇടത് കാലം നേരെ ഇതിന് അടുത്തോട്ട് വന്നു. അല്ല 4 ഇടത്തോട്ട് വന്നു. ഒന്നുകൂടെ പറഞ്ഞു തരാം. 1 2 3 4. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരാം. 1 2 3 4 5 6. ഇതാണ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമ്മൾ 3 4 സൈലൻ്റ് പോകുന്നു. ഇത്രയും ഒന്നുകൂടെ പറഞ്ഞു തരാം. 1 2 3 4. മനസ്സിലായാലോ? ചെയ്തു നോക്കാം. 1 2 3 4. ഒന്നുകൂടെ നന്നായിട്ട് ചെയ്തു. ഒന്നുകൂടി ചെയ്തു. 1 2 3 4. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇടത് കാലത്ത് അങ്ങോട്ട് വെച്ചു. 1 2 3 4. സെയിം സ്റ്റെപ്പാണ്. 1 2 3 4 ചെയ്തു. 1 2 3 4. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർത്ത് ചെയ്യാം. ചെയ്തോ. 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4. വളരെ ഈസിയാണ് സ്റ്റെപ്പ് അല്ലേ? നമുക്ക് ഇനി ഇതിൽ കൈ വന്നുതരാം. ഇതൊരു സന്തോഷം. അപ്പോൾ കൈ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചേർക്കുന്നത് തന്നെയാണ്. നമ്മൾ ഒരു കൈ എടുക്കുന്നു. 1. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെരിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞിട്ട് 1. കണ്ടോ? അപ്പം നമ്മുടെ കാലിൻ്റെ മുട്ട എങ്ങനെ വന്നു? വളഞ്ഞു വന്നു. കാലിൻ്റെ മുട്ട് കാണാമല്ലോ അല്ലേ? കണ്ടോ? ഇങ്ങനെ വളഞ്ഞു. അപ്പം 1. ഫ്രണ്ടിലെ കാല് നന്നായിട്ട് വളച്ചു സൈഡിലോട്ട് പോയി. മറ്റേ കാൽ ചെറുതായിട്ട് മടക്കിയിട്ട് ബാക്കിൽ തന്നെ ഇരിക്കാം. അപ്പം 1 2 3 4. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഈ കൈയാണ്. 1 2 3 4. കണ്ട? 1 വലത്തോട്ട് ചവിട്ടുമ്പോൾ വലത് കൈ തന്നെ ഇടത്തോട്ട് നമ്മൾ ചവിട്ടുന്നു. വലത് കാലും വലത് കൈ ഒരുപോലെ ഇടത്തോട്ടാണ്. 1 2 3 4. ഇനി ഇടത്തോട്ട് ഇടത് കൈ എടുക്കുമ്പോൾ വലത്തോട്ട് ഇടത് കൈയും ഇടത് കാലും. 1 2 3 4. ഓക്കെ, മനസ്സിലായാലും ചെയ്തോളൂ. കൈ എടുത്തോളൂ. 1 2 3 4. അങ്ങോട്ട് 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4. വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തു. നമുക്ക് സ്റ്റെപ്പ് കൂടെ പഠിക്കാം. ശരി, നമ്മളിപ്പോൾ എടുത്തില്ലേ ആ ഒരു പാട്ടിൻ്റെ നമുക്ക് പാട്ട് പാടി അത്രയും ഭാഗം മാത്രം ചെയ്ത് നോക്കാം. റെഡിയാണല്ലോ? ശരി, ചെയ്തോളൂ. റെഡി. ശ്രീ മഹാദേവനു ദിവസം. ഒന്നുകൂടെ. ശ്രീ മഹാദേവനു ദിവസം. നന്നായിട്ട് മനസ്സിലായല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ്. എന്നാലും കാണിച്ചു തരാം. ഇതാണ് 1
2 3 4. അത് നമ്മൾ വലതുകാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. 1 2 3 4. ആ 3ക്ക് ഒന്ന് താഴ്ന്നു നിൽക്കണം. 1 താഴണം. 1 2 3 4. മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഇവിടെ ചെയ്തു. 1 2 3 താഴണം. 4. അപ്പം 1 2 3 4. 1 2 താഴണം. അതെ അതെ അതെ. 1 2 3 നന്നായിട്ട് താഴണം. അല്ല ഇതാണ് 1 2 3 പുറകിലാണ്. 3 നന്നായിട്ട് താഴ്ന്നു. 4 നേരെ 1 2 3 4. അതാണ്. ഒന്നുകൂടി ചെയ്യാം. 1 2 3 നന്നായിട്ട് താഴ്ത്താം. 3 4. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് കൈ വെറുതെ ഇതിന്റെ കൈ വെറുതെ ഇടാണ്. ഇതാ 1 2 3 4. കണ്ടോ? 1 2 3 3 വരുമ്പോൾ നമ്മൾ ഒന്നിരുന്ന് പതുക്കെ ചെയ്ത് നോക്കാം. 1 2 3. അതാണ് 4. വെരി ഗുഡ്. ഒന്നും കൂടെ 1 2 3 4. നന്നായിട്ട് മനസ്സിലായാലോ ഇത് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ ചെറിയൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് എടുക്കാം. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ കൂടെ ചെറിയ സ്റ്റെപ്പ് ചെറിയതാണ്. അത് 1 2 3. 3ക്ക് നമ്മൾ താഴ്ന്നു കൊടുക്കുക. 1 2 3. അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കി. 1 2 3 താഴണം. ഒന്നുകൂടെ വലതുകാല് 1 2 3. 1 2 വലതുകാല് ഇടതുകാല് പിന്നെ ഒരുമിച്ച് 1 2 3. 3 നമ്മൾ വലതുകാല് ചവിട്ടിട്ട് നമ്മൾ താഴ്ന്നിരുന്നു. ഒന്നുകൂടെ. അല്ല ഇത് മാത്രം ചെയ്തത്. 1 2 3. അത് 3 പറയുമ്പോൾ നമ്മൾ ചവിട്ടി താഴണം. ചെയ്തോളൂ. 1 അല്ല 1 2 1 ഇടതുകാല് 2. 1 2 3. ഒന്നുകൂടെ 1 2 3. നന്നായിട്ട് താഴ്ന്നു ചെയ്യണം. അവിടെ വരുമ്പോ മനസ്സിലായില്ലേ? നമുക്ക് ചേർത്ത് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. 1 2 3 4. 1 2 3. കണ്ടോ? അപ്പൊ ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4. 1 2 3. പിടിയില്ല. ചെയ്ത് നോക്കിക്കോളൂ. 1 2 3 4. 1 2 3. ഒന്നും കൂടെ 1 2 3 4. 3 പുറകിലാണ്. 3 1 2 3 4. ചെയ്തോ. 1 2 3 4. 1 2 3. അതാണ് നമ്മൾ ചെയ്യും. 1 2 3 4. 1 2 3. 3 ചവിട്ടുമ്പോൾ നമ്മൾ ഒന്ന് ചവിട്ടിയിരിക്കണം. ഒരു പ്രാവശ്യം കൂടെ വലതുകാല് 1 2. വലതുകാല് തന്നെ 2 പ്രാവശ്യം ചവിട്ടണം. അപ്പൊ 1 2 3 ഇടതുകാല് വെച്ചു. 4 നേരെ വെച്ചു. വീണ്ടും വലതുകാല് 1 ഇടതുകാല് 2 3 വരുമ്പോൾ നമ്മൾ ചവിട്ടി താഴണം. ചെയ്തോളൂ. 1 2 3 4. 1 2 3. വലതുകാല് ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റാണ്. ഇനി ഈ കാല് വലതുകാലിന് വീണ്ടും ചവിട്ടി 1 ഇടതുകാല് 2 ചവിട്ടി 3 ചവിട്ടി താഴ്ന്നു. അത്രയേ ഉള്ളൂ. 1 2 3 4. വലതുകാല് കറക്റ്റ് 1 2 3. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ചേർത്ത് 1 2 3 4. 1 2 3. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നത്തോട്ട് ചെയ്ത് നോക്കട്ടെ. ചെയ്തു 1 2 3 4. 1 2 3. കറക്റ്റ്. നന്നായിട്ട് മനസ്സിലായല്ലോ? 1 2
മറിച്ചു 3 4 പിന്നെ 5 കൈ മറിച്ചു 5 6 7 മറിച്ചു ഇവിടെ ഇരിക്കുക ചെയ്തു 1 2 3 മറിച്ചു 3 4 5 6 7 കറക്റ്റ് രണ്ട് ഒരു കൈ മറിച്ചു ഒരു കൈ കമഴ്ത്തി ഒരു കൈ മലർത്തി ഒന്നും കൂടെ അടുത്തടുത്ത് 1 2 3 4 കറക്റ്റാണ് 5 6 7 ചവിട്ടി താഴ്ന്നു ഒന്നും ചെയ്യാം നന്നായിട്ട് മനസ്സിലായില്ല രണ്ടോ കളിച്ചു 1 2 3 4 5 6 7 കറക്റ്റാണ്. നമുക്കിനി ഇത് പാട്ട് പാടിയത് ചെയ്ത് നോക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെ പാട്ട് പാടി ചെയ്ത് നോക്കാം. ചെയ്യാം, പാടിത്തരാൻ ഞാൻ ചെയ്ത് നോക്കൂ. ആനയായി കാട്ടിൽ കളിക്കും കാലം ഒന്നും കൂടെ ചെയ്തോളൂ. ആനയായി കാട്ടിൽ കളിക്കും കാലം ആനയായി കാട്ടിൽ കളിക്കും കാലം ഒന്നും കൂടെ ചെയ്യും. ആനയായി കാട്ടിൽ കളിക്കും കാലം. സംശയമില്ലല്ലോ, ഇപ്പം നന്നായിട്ട് മനസ്സിലായല്ലോ. ഇടയ്ക്ക് ചെറിയ സംശയം വരും, അത് ഇപ്പം അങ്ങനെ പറ്റും, എല്ലാവർക്കും പറ്റുന്നതല്ലേ, കുഴപ്പമില്ല. അപ്പം ചെയ്യണം, ഒന്നുകൂടെ ചെയ്ത് നോക്കണം. അതെ. അപ്പോൾ ഒന്നും കൂടെ ചെയ്യൂ, തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ഒന്നും കൂടെ ചെയ്യൂ. ചെയ്തോളൂ. ആനയായി കാട്ടിൽ കളിക്കും കാലം. ഇടതുകാലം എടുത്തു, വലതുകാലം ഒന്നും കൂടെ ചെയ്തു. ആനയായി കാട്ടിൽ കളിക്കും കാലം. ഇപ്പം ശരിയായി, സംശയമൊന്നുമില്ല. സംശയമൊക്കെ തീർത്തു നമ്മുടെ. അപ്പം നന്നായിട്ട് ചെയ്തു രണ്ടുപേരും. തെറ്റൊക്കെ വരും, നമ്മളെ തെറ്റ് ആദ്യമേ നമുക്ക് ശരിയായിട്ട് പഠിക്കാനൊന്നും കിട്ടും. തെറ്റായിട്ട് പഠിച്ചിട്ടേ ശരിയാവുള്ളൂ. പിന്നെ പഠിക്കാനാണ് നമ്മൾ വരുന്നത്. പഠിക്കുമ്പോൾ തെറ്റ് വരുമല്ലോ, ആദ്യം ഇവർ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്ത് രണ്ടുപേരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം, അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റെപ്സ് എല്ലാം കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എല്ലാവരും